ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവീസിന്റെ ഓണസദ്യയുടെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദ്യയുടെ തലേ ദിവസം ഉണ്ടാക്കേണ്ട എല്ലാ കറികളും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി സദ്യയുടെ അന്ന് ഉണ്ടാക്കേണ്ട കറികളും പ്രഥമനും പാലടയുമാണ് ഇനി ബാക്കിയുള്ളത്. അതില് നമ്മൾ ഇന്നിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറും തോരനുമാണ്. സദ്യയുടെ അന്ന് തുടങ്ങുന്ന ആദ്യത്തെ കറി സാമ്പാറാണ്. അതിനൊരു റീസൺ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയോ ദോശയോ എന്തിനു ഉപ്പുമാവായാലും നമുക്കതിന് വേറൊരു കറി കാണേണ്ട കാര്യമില്ല. സാധാ ഉപയോഗമാണെങ്കിൽ, അതായത് കൂടുതൽ ആൾക്കാരില്ലെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി തന്നെ മതിയാകും. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ക്വാണ്ടിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പം നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അതിനു മുന്നേ ഒരു കാര്യം ഓർക്കണേ, വീട്ടിലെ പെറ്റ്സ് കാണും, പട്ടി, പൂച്ച, കിളികൾ, ഫിഷ്, ഇവർക്കൊക്കെ ഫീഡ് ചെയ്യാൻ മറക്കല്ലേ. സാമ്പാറിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് സാമ്പാർ പരിപ്പ്. ഇത് ഞാൻ 1.25 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അടുത്ത് വേണ്ടത് മലക്കറിയാണേ, അത് നമുക്ക് നോക്കാം. 5 കഷ്ണം മുരിങ്ങയ്ക്ക് വേണം. ഇതിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പിളർന്നിട്ടില്ല, പകുതി വരെ പിളർന്നു വെച്ചിട്ടുണ്ട്. അടുത്ത് വേണ്ടത് ഒരു മീഡിയം സൈസ് കത്തിരിക്ക, അത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് 2 ടൊമാറ്റോ, അതും ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം പടവലങ്ങ, അത് 4 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് 4 വെണ്ടയ്ക്ക, അതിനെ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 ചീനി അമരക്ക എടുത്തിട്ടുണ്ട്, അത് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് മത്തനാണ്. മത്തൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വെള്ളരിക്ക യൂസ് ചെയ്യും. എൻ്റെ കയ്യിൽ മത്തൻ ഉള്ളത് കൊണ്ടാണ് ഞാനത് എടുത്തത്. മത്തനൊരു 6 കഷ്ണം എടുത്തിട്ടുണ്ട്. അടുത്ത് ചേമ്പും കിഴങ്ങാണ്, അതും ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ചേമ്പും കിഴങ്ങാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ ചേമ്പും കിഴങ്ങാണെങ്കിൽ അതിനെ 2ആയിട്ട് കട്ട് ചെയ്യണം. അടുത്ത് വേണ്ടത് 4 തൊണ്ടൻ മുളക്. ഇനി അടുത്ത് വേണ്ടത് 30 ചെറിയ ഉള്ളി, അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് പുളിയാണ്. നിങ്ങളുടെ കയ്യിൽ പുതിയ പുളിയാണെങ്കിൽ ഇതിന്റെ അളവ് കുറച്ചും കൂടെ കൂട്ടണം. ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിനാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് വേണ്ടത് കറി ലീവ്സ്, മല്ലിയില വേണം. ഇനി അടുത്ത് ഒരു 5-6 ചെറിയ ഉള്ളി നമുക്ക് കടുക് വറക്കാൻ വേണ്ടിയിട്ട് റൗണ്ടിന് കട്ട് ചെയ്ത് വെക്കണം. കായം വേണം. അടുത്ത് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവപ്പൊടി, കടുക് വറക്കാനുള്ള കടുക്, പറ്റൽമുളക്, മല്ലിപ്പൊടി, ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പൊ നമുക്ക് ആദ്യം പരിപ്പ് വേവിക്കാം. ഈ ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതില് 5-6 ചെറിയ ഉള്ളിയും കൂടെ ഇടാം. ഇനി ഏതാണ്ട് ഇതിനൊരു 2.5 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്ക് 2-3 വിസിൽ കേൾക്കുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് ബോയിൽ ചെയ്യാം. അതിനുവേണ്ടി കുക്ക് ചെയ്യേണ്ട പാത്രം എടുക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഗ്യാസിലേക്ക് വെക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും ചേമ്പും കിഴങ്ങും മുരിങ്ങയ്ക്കയും ചീനിയമരക്കയും അതും കൂടെ ഇട്ട് ഇതൊരു പകുതി വേഗാകുന്നത് വരെ അടച്ച് വേവിക്കാം. ചേമ്പും കിഴങ്ങിനൊക്കെ കുറച്ച് വേവ് കൂടുതലാണ്, അതാണ് നമ്മൾ ആദ്യം ഇട്ടത്. ഇനി അടുത്ത സെറ്റ് ഇടണം. വെണ്ടയ്ക്ക പോയിട്ട് ബാക്കിയെല്ലാം ഇടാം. മത്തൻ, കത്തിരിക്ക, പടവലം, പച്ചമുളക്, ടൊമാറ്റോ, ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. ഒരു 5-6 മിനിറ്റ് മതി. പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾസ് ആണ് ഇതെല്ലാം. അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒരുപാട് വെന്തങ്ങ് കുഴഞ്ഞു പോകും. നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് വെജിറ്റബിൾസിൽ നന്നായിട്ട് പിടിക്കട്ടെ. പുളി അതിന് ശേഷം ഒഴിക്കാം. ആ സമയം കൊണ്ട് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റണം. ഒരു പാൻ വെച്ച് നമുക്ക് എണ്ണ ഒഴിക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഓപ്ഷണലാണ്, എടുത്തു പറയുന്നു. ഞാൻ ഇങ്ങനെയാണ് വെണ്ടയ്ക്ക വഴറ്റിയാണ് സാമ്പാറിലേക്ക് ഇടുന്നത്. അപ്പൊ അത് പെട്ടെന്ന് ഉടഞ്ഞു പോകില്ല. അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2ാമത്തെ സെറ്റ് വെജിറ്റബിൾസ് ഇടുമ്പോൾ അതിൽ കൂടെ വെണ്ടയ്ക്ക ഇടാം. ഇത് എൻ്റെ അമ്മ പറയുന്ന ടിപ്പാണ്. വെണ്ടയ്ക്കയും കൂടെ ഇട്ട ശേഷം നമുക്ക് സാമ്പാറിന്റെ കഷ്ണങ്ങൾ 2 മിനിറ്റും കൂടെ വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചില്ലേ പുളി, അതൊന്ന് പിഴിഞ്ഞ് പുളി വെള്ളം കൂടെ ഇതിൽ കൂടെ ഒഴിക്കണം. പുളി ഒഴിച്ചു കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. തിളപ്പിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ഇതിലേക്ക് ഇടണം. ഇട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിക്കണം, സാമ്പാർ പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ പാത്രത്തിന്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. സാമ്പാർ പരിപ്പും കൂടെ ഇട്ട് ആ സാമ്പാർ ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇടാൻ സമയമായി. പാൻ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 2.5 സ്പൂൺ മുളക് പൊടി ഇടാം. 3 സ്പൂൺ മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി സ്വല്പം കൂടുതൽ നിൽക്കണം. അത് കഴിഞ്ഞ്
1 സ്പൂൺ കായം, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉലുവ. ഇത്രയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഓരോ പ്രാവശ്യം നമ്മൾ വാങ്ങുന്ന മുളക് പൊടിയായാലും മല്ലിപ്പൊടിയായാലും എന്തിൻ്റെ ആയിരുന്നാലും ഏത് സ്പൈസസിൻ്റെ ആയിരുന്നാലും കളറായാലും ഫ്ലേവറിനായാലും വ്യത്യാസം വരാം. അപ്പം നമുക്ക് ഒരു കറിക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കതങ്ങ് മനസ്സിലാവും. അപ്പം ഞാൻ ഇവിടെ പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള അളവാണ് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ 2 സ്പൂൺ മുളക് പൊടി. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മുളക് പൊടിക്ക് ചിലപ്പം എരിവ് കൂടുതലായിരിക്കാം, ചിലപ്പം എരിവ് കുറവായിരിക്കാം. അപ്പം നിങ്ങൾ അതനുസരിച്ച് വേണം പൊടികളുടെ അളവ് നിങ്ങൾ നിശ്ചയിക്കേണ്ടത്. നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പം അത് കറക്റ്റായിട്ട് എല്ലാ പൊടികളും നന്നായിട്ടൊന്ന് മിക്സ് ആവും. ഇനി നമുക്ക് ഇതിനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് ഉപ്പും പുളിയും എരിവും എല്ലാം ഉണ്ടോയെന്ന് നോക്കാം. കുറവെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ഇടണം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. കടുക് വറുക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറായി. അപ്പൊ അതിലേക്ക് പോവാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടണം. കടുക് നന്നായിട്ട് പൊട്ടുമ്പം, ഞാനിത് നേരത്തെ പറഞ്ഞിട്ടില്ല, കുറച്ച് ഉലുവ, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഏതാണ്ട് 1/2 ടീസ്പൂണോളം ഉലുവയും കൂടെ ഇട്ട് ഒന്ന് പൊട്ടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇടണം. അതിട്ടൊന്ന് വഴറ്റി ഇളം ബ്രൗണിഷ് ആവുമ്പം വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. വറ്റൽമുളക് ഇട്ട് കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ കടുവറുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ സാമ്പാറിലേക്ക് ഒഴിച്ച് അടച്ചു വെക്കണം. എപ്പോഴാണോ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് അതിന് തൊട്ട് മുന്നേ തുറന്നാൽ മതി. അങ്ങനെ നമ്മളൊരു സൂപ്പർ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന തോരനാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് തോരനാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള തോരനുമാണ്. അപ്പം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയൊരു ക്യാബേജിന്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്യണം, ചെറുതായിട്ട് കട്ട് ചെയ്യണം. അടുത്ത് വേണ്ടത് 2-3 വെളുത്തുള്ളി, അത് കുനുകുനാന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്ത് വേണ്ടത് ചെറിയൊരു സവോള, അതും തോരന് വേണ്ടി കട്ട് ചെയ്ത് വെക്കണം. അടുത്ത് 2-3 പച്ചമുളക്. ഇത് ഞാൻ തൊണ്ടൻ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള പച്ചമുളക് എടുക്കാം. അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇനി അടുത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും കുനുകുനാന്ന് അരിഞ്ഞു വെക്കണം. അടുത്ത് വേണ്ടത് തേങ്ങയാണ്, പിന്നെ കുറച്ച് കറി ലീവ്സ്, അതുപോലെ കുറച്ച് കോക്കനട്ട് ഓയിൽ. ഇനി വേണ്ടത് പൊടികളാണ്. പൊടികളായിട്ട് നമുക്കൊന്നുമില്ല, ഉപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ കടുക് വറക്കാനുള്ള ജീരകം, ഉഴുന്നുപരിപ്പ്, കടുക്, വറ്റൽമുളക്. ഇത്രയുമാണ് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ. ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം, ഗ്യാസ് ഓൺ ആക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഏതാണ്ട് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടണം. അത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ഇടണം. ജീരകവും കൂടെ പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇടണം. കൂടെ 2-3 വറ്റൽമുളകും കൂടെ ഇടണം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം. ഇട്ട് ഒന്ന് ഇളക്കണം. ആ ഉഴുന്ന് പരിപ്പ് ഇളം ബ്രൗൺ കളർ ആകുമ്പം നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റണം. വഴറ്റണമെന്ന് പറഞ്ഞാൽ അത് അങ്ങ് നന്നായിട്ട് ബ്രൗണിഷ് കളറൊന്നും ആകണ്ട, കുറച്ചൊന്ന് വഴറ്റിയാൽ മതി. അതിന്റെ കളർ മാറണ്ട. ഏതാണ്ട് ഇതാ ഈ പരുവാകുമ്പം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും കൂടെ ചേർക്കാം. കൂടെ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാര്യം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അതുകൊണ്ട് ഉപ്പ് പലയിടത്തായിട്ട് കിടക്കാതെ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളമേ ചേരുന്നില്ല. ഈ ക്യാബേജിൽ നിന്നും ഇറങ്ങുന്ന വെള്ളം ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഇത് അതുപോലെ ഒരുപാട് വേവിക്കുകയും ചെയ്യരുത്. ഒരുമാതിരി ഒരു ക്രഞ്ചി ടൈപ്പ്, അതാണ് നമ്മുടെ ഈ തോരൻ. അതുപോലെ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് അടിക്കയറ്റ പിടിച്ചാൽ നമ്മുടെ തോരനിൽ ആ കറുപ്പ് ഷെയ്ഡ് വരും. നമ്മുടെ തോരൻ്റെ ആ വെളുത്ത ഭംഗിയെ അങ്ങ് പോവും. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ആ ഇഞ്ചി ഇടാൻ കാരണം എന്താണെന്ന്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ ഇതിൽ അരിഞ്ഞിട്ടില്ലേ, അതിന് കാരണം നമ്മളിപ്പം ഇഞ്ചി ഇടാതെ ക്യാബേജ് തോരൻ ഉണ്ടാക്കിയിട്ട്
അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞ് അതൊന്ന് തുറക്കുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെടാത്ത ക്യാബേജിന്റെ ഒരു മണം വരും. ആ മണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടിട്ട് കുക്ക് ചെയ്താല് നമ്മൾ പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് തുറന്നൊക്കെ നോക്കുമ്പോൾ ആ ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത മണം വരില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചി ചേർക്കുന്നത്. കൂടാതെ കറിക്ക് നല്ലൊരു ടേസ്റ്റും വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തോരൻ ഏതാണ്ട് ആയി കഴിഞ്ഞു. ഇത് ഒരുപാട് വെന്ത് പോകരുത്, ഞാൻ എടുത്തെടുത്ത് പറയുന്നു. ഒരു ക്രഞ്ചി ടൈപ്പാണിത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇടണം. തേങ്ങ ഇതിലൊട്ടും വേകുന്നില്ല. ഇതിൽ നമ്മൾ ക്യാബേജിലിടുമ്പം ക്യാബേജിന്റെ ചൂട് കൊണ്ട് തേങ്ങ ഒന്ന് വേകുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ കഴിക്കുമ്പം ഫ്രഷ് കോക്കനട്ടിന്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അങ്ങനെ നമ്മുടെ തോരനായി കഴിഞ്ഞു. സത്യം പറഞ്ഞ ഈ തോരൻ കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ സൂപ്പർ ടേസ്റ്റുമാണ്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ 10 മിനിറ്റിനകത്ത് തന്നെ നമുക്കിത് ഉണ്ടാക്കാനും പറ്റും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഓണത്തിന് എന്തൊക്കെയായി റെഡിയായോ? എൻ്റെ ലിസ്റ്റ് നോക്കി സാധനങ്ങൾ വാങ്ങിച്ചോ അതോ ഇനി വാങ്ങിക്കാൻ പോണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അതും കൂടെ ഒന്ന് പറയൂ. കമന്റ്സിലൊന്ന് ഇട്ടേക്കണേ ഇതൊക്കെ. അപ്പോഴേ ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുവാണേ, ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഓണസദ്യ സീരീസേ എല്ലാവരും ഒന്നുപോലും വിടാതെ കാണണേ. അതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.